എന്തൊന്ന് മനസ്സിലായോ? ഇത് മലയാളത്തിൽ ചൊരയ്ക്ക, ഹിന്ദിയിൽ ലോക്കി, ഇംഗ്ലീഷിൽ റൗണ്ട് ബോട്ടിൽ ഗോഡ്. ഇതിന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുകയാണ് ഇന്ന്. വേണ്ട, ഞാൻ ചൊരയ്ക്ക കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഉള്ളി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകം, മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, ഇത്രയും മതി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ചീനച്ചട്ടിന് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ചൂടായി, ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഞാനേ വെളുത്തുള്ളി വില കുറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഉണക്കി വെച്ചേക്കുക. ഇത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. ബാക്കി ഞാനങ്ങനെ കെട്ടി വെക്കുക. വെളുത്തുള്ളി നല്ല ലാഭമുള്ള സമയത്ത് അത് മൊത്തം തൊളിക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ശകലം മുളക് പൊടി, ഇത്രയേ ഉള്ളൂ. വേറെ ഒരാവശ്യമില്ല. ഞാൻ ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മിക്സ് ചെയ്യും. അത് ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം. ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് തട്ടിയിടാം. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഈ ചുരയ്ക്കാൻ വെള്ളം വിടുന്ന സാധനമാണ്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ അങ്ങ് സിമ്മാക്കി വെച്ചേക്കണം. ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്താ ആവി കയറ്റിയതിന് ശേഷം നമുക്ക് സിമ്മാക്കി കൊടുക്കും. ഇപ്പം ഞാൻ സിമ്മാക്കിയാണ്. സിമ്മാക്കി ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇത് അടച്ചു വെച്ചു. ഞാൻ ഒന്ന് തുറന്ന് നോക്കിയ ഇപ്പം ശകലം ഉപ്പിട്ട് കൊടുക്കാനേ. ഇത് ചപ്പാത്തിക്കാണെങ്കിൽ സൂപ്പർ കറിയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സിമ്മി വെച്ചുകൊണ്ട് കുറച്ച് നേരം എടുക്കും അത് വേവാൻ. നല്ല സൂപ്പർ കറിയായത്.
നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഞാൻ അടച്ചു വെക്കുകയാണ്. ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലേ ലാസ്റ്റിൽ ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്ന്. ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താ ഞാൻ കാണിച്ചു തരട്ടെ. അമൂൽ താസ മിൽക്ക്. അമൂൽ മിൽക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നോർമൽ മിൽക്ക് ഉണ്ടെങ്കിലും അതും കുറച്ച് നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി നമ്മൾ കറി ഓഫ് ചെയ്തേക്കാം. ഞാൻ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണ്. തുറക്കട്ടെ. തുറന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇതാ ഞാനതങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് അങ്ങോട്ട് നമുക്ക് സിം ചെയ്തൊന്ന് അടച്ചു വയ്ക്കാം. ഒരു മിനിറ്റ്. ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഈ തേങ്ങ ഒന്നും ഇല്ലാത്ത കറികളാണ് നിങ്ങളെ കാണിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.